നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പത്മകുമാർ. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടക്കമായി. എച്ച് സലാം എം എൽ എ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 20-നാണ് ചാമ്പ്യൻഷിപ്പ് സമാപിക്കുന്നത്. ആലപ്പുഴ കുതിരപ്പന്തി TKM UP സ്കൂളിലെ വായന പക്ഷാചരണ സമാപനവും അനുമോദന ചടങ്ങും അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TR ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർത്തകൾ വിശദമായി. ചെങ്ങന്നൂർ മണ്ഡലം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. എണ്ണക്കാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെങ്ങന്നൂർ മണ്ഡലം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ മാറ്റമാണ് കൈവരിച്ചിരിക്കുന്നതെന്നും 6.5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ 40 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ചെന്നും സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ബുധനൂർ എണ്ണക്കാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ KSCBയുടെ പുതിയ ഓഫീസ് പൂർത്തീകരിച്ചു, എഡ്യൂക്കേഷൻ കോംപ്ലക്സ് പൂർത്തീകരിച്ചു, ഫയർ സ്റ്റേഷൻ പൂർത്തീകരിച്ചു. എത്ര പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാം ഭാഗമായി ബുധനൂരിന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം സഹായം ബുധനൂർ കൊടുത്തു. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സ്കൂളുകളിലും പെൺകുട്ടികൾക്കായി സ്ത്രീ സൗഹൃദ സംവിധാനങ്ങൾ ഒരുക്കി. മണ്ഡലത്തിൽ ഇനി വിരലിലുണ്ടാവുന്ന സ്കൂളുകൾക്ക് മാത്രമേ പുതിയ കെട്ടിടങ്ങൾ ലഭിക്കാനുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് G രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KR മോഹനൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുജാത മുരളി, അഡ്വക്കേറ്റ് KK രാജേഷ് കുമാർ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാജേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് G ഉണ്ണികൃഷ്ണൻ, G മോഹനൻ, TV ഹരിദാസ്, ശോഭ മഹേശൻ, രാജീവ് ബാബു, ശാന്ത ഗോപകുമാർ, എണ്ണക്കാട് UP സ്കൂൾ പ്രധാനാധ്യാപിക S ശ്രീകല, മറ്റ് ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വണ്ടാനം മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിസങ്കീർണ ഹൃദയ ശസ്ത്രക്രിയ വിജയത്തിലെത്തിക്കാൻ സാധിച്ചത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന്റെ ഭാഗമായിട്ടാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 66 വയസ്സുള്ള ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രക്തധമനിയിൽ, മേജർ രക്തധമനിയിൽ, മഹാധമനി എന്ന് പറയുന്ന അയോർട്ടയിലുണ്ടായ ഒരു വീക്കം, അത് ശസ്ത്രക്രിയയിലൂടെ, അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ, അതിന്റെ വിശദാംശങ്ങളെല്ലാം CTVSന്റെ ടീം ഇവിടെയുണ്ട്, അവരത് വിശദീകരിക്കും. അത് ചെയ്യുകയും രോഗി സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ്. അത് ചെയ്യുകയും രോഗി സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ്. അതൊരു സംശയമില്ല. ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന രക്തധമനിയിൽ അപൂർവ വീക്കം ബാധിച്ച കാർത്തികപ്പള്ളി സ്വദേശിയായ പുത്തൻമണ്ണയിൽ രണദേവിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ഡോക്ടർമാർ അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് പുതുജീവൻ സമ്മാനിച്ചത്. കഴിഞ്ഞ ജൂൺ 30-ന് 10 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഓപ്പറേഷനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഈ മാസം 16-ന് രണദേവ് ആരോഗ്യവാനായി ആശുപത്രി വിട്ടു. വീക്കം മഹാധമനിയുടെ പ്രധാന ഭാഗത്തായിരുന്നതിനാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തി ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള നിയന്ത്രിതമായ രക്തചംക്രമണം ഉറപ്പാക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളി. 4 മണിക്കൂറോളം ഹാർട്ട് ലങ് മെഷീന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുകയും വീക്കം വന്ന ഭാഗം നീക്കം ചെയ്ത് കൃത്രിമ രക്തധമനി വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന അപൂർവ രോഗാവസ്ഥയാണിത്. സ്വകാര്യ ആശുപത്രികളിൽ 15 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഈ അപൂർവ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായിട്ടാണ് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 48 മണിക്കൂർ വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകി. പിന്നീട്
ബോധം വീണ്ടെടുത്ത രോഗിയെ ICUവിൽ 5 ദിവസം പരിചരിക്കുകയും തുടർന്ന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. സർജറിയിൽ ആവശ്യമായ വില കൂടിയ ഉപകരണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. ഹരികുമാർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നതിൽ 80% മുകളിലും പാവപ്പെട്ട ജനങ്ങളാണ്. അതായത് ഹെൽത്ത് കാർഡുള്ളവരും അല്ലെങ്കിൽ BPL പരിധി വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലുള്ള ചികിത്സ ഗവൺമെന്റിന്റെ സഹായത്തിൽ കാസ്പിന്റെ സ്കീമിൽപ്പെടുത്തി ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നത് വളരെ ഗുണകരമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വലിയൊരു സഹായമാണ്. ഇപ്പം ഈ കേസിന് തന്നെ 2.5 ലക്ഷത്തിന് മേളിലാണ് ചികിത്സാ സഹായം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് നോക്കിയാൽ ഏകദേശം 2800 പേർക്കെങ്കിലും മുകളിൽ നമുക്ക് കാസ്പിന്റെ ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയയിൽ ഡോക്ടർ V. സുരേഷ് കുമാർ, KT ബിജു, ഡോക്ടർ ആനന്ദക്കുട്ടൻ, ഡോക്ടർ കൊച്ചുകൃഷ്ണൻ, ഡോക്ടർ വീണ, ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ ബിറ്റു, ഡോക്ടർ അനാമിക, ഡോക്ടർ ചോങ് തുടങ്ങിയ വിദഗ്ധർ പങ്കാളികളായി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കർഷകന് ആവശ്യമായ വളം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷകന് ആവശ്യമായ വളം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ പെച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ കാർഷിക നയങ്ങൾക്കെതിരെ രാജ്യത്ത് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള കർഷക സംഘത്തിന്റെ എല്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അഖിലേന്ത്യാ വ്യാപകമായി ഇന്ത്യയിലുള്ള എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമരം ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. TO സുധീർ, വിനോദ് കുമാർ, രാമചന്ദ്രൻ, ബിന്ദു ഗൗരി, M. വിജയൻ, അനിരുദ്ധൻ, KK സതീശൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ആലപ്പുഴ ഏരിയ സെക്രട്ടറി സന്തോഷ് കുമാർ ധർണയ്ക്ക് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദിയും പറഞ്ഞു. സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടിപ്പിക്കുന്നുണ്ട്. ഇതര ടീമുകളുമായി നമ്മുടെ കുട്ടികൾക്ക് മത്സരിക്കാൻ വേദി ഒരുങ്ങുക എന്നുള്ളത് തന്നെ അവരുടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. ആ നിലയിൽ തന്നെയാണ് ഓരോ ചാമ്പ്യൻഷിപ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചു പോരുന്നത്. നിശ്ചയമായി ആ അർത്ഥത്തിൽ ഇവിടെ ആലപ്പുഴക്കാരായിട്ടുള്ള കായിക താരങ്ങൾ എത്തുന്ന നമ്മുടെ കുട്ടികൾ, മറ്റ് സ്ഥലത്തുനിന്ന് വരുന്ന ടീമുകൾ എല്ലാവർക്കും അവരുടെ എല്ലാം ഒരു പെർഫോമൻസ് നന്നായി മെച്ചപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ടീമുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വളരെ ഭംഗിയായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ എല്ലാ അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ചടങ്ങിൽ അധ്യക്ഷനായി. ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെൻട്രൽ കൗൺസിൽ അംഗം റെംജി ഓസ്കാർ, വൈസ് പ്രസിഡന്റുമാരായ CA ജോസഫ്, KA വിജയകുമാർ, H ഷാജഹാൻ, സെക്രട്ടറി BH രാജീവ് എന്നിവർ സംസാരിച്ചു. B അനസ്മോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഈ മാസം 20-നാണ് ചാമ്പ്യൻഷിപ്പ് സമാപിക്കുന്നത്. ആലപ്പുഴ കുതിരപ്പന്തി TKMM UP സ്കൂളിലെ വായനാ പക്ഷാചരണ സമാപനവും അനുമോദന ചടങ്ങും H സലാം MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TR ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ കുതിരപ്പന്തി TKMM UP സ്കൂളിലെ വായനാ പക്ഷാചരണ സമാപനവും SSS USS വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഓരോ കുട്ടിക്കും ചെറിയ പ്രായം തൊട്ടേ പുസ്തകങ്ങൾ വായിക്കാൻ നല്ലപോലെ താല്പര്യമുണ്ടെങ്കിൽ നല്ല അറിവുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. അത് പഠനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ
ഈ ക്ലാസ്സിൽ, പിന്നെ മുതിർന്ന ക്ലാസ്സിൽ, പിന്നെ കോളേജ് വിദ്യാഭ്യാസം, ഇങ്ങനെ ഹയർ സ്റ്റഡീസിന്റെ ഒക്കെ ഭാഗമായിട്ട് പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുക ഈ അക്കാഡമിക് പരമായ കാര്യം മാത്രമായിരിക്കും. അവരുടെ ക്ലാസ് മുറിയില് അവരുടെ സിലബസിന്റെ ഭാഗമായിട്ടുള്ള പാഠങ്ങൾ മാത്രം പഠിച്ച് പോകുന്ന കുറെ കുട്ടികളെ കാണാൻ പറ്റും. അത് പലപ്പോഴും ആ അക്കാഡമിക് ഇയറിൽ പഠിച്ച് ആ അക്കാഡമിക് ഇയറിൽ പരീക്ഷയ്ക്ക് ഉത്തരക്കടലാസിലേക്ക് പകർത്തി എഴുതി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നൊരു ഷോർട്ട് ടൈം എയിം എന്നതിൽ പലപ്പോഴും കാണാൻ പറ്റും. ആ ഒരു നിശ്ചിതമായ ഒരു സമയത്തേക്കുള്ള ലക്ഷ്യം എന്ന നിലയിലേക്ക് മാത്രം പലപ്പോഴും വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിവുകൾ നേടും, സ്വാഭാവികമാണ്. പക്ഷെ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള വിജ്ഞാന വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തയുണ്ട്. നിയമസഭാ പുസ്തകോത്സവത്തിൽ HSLM MLA ഫണ്ടിൽ നിന്ന് സ്കൂളിൽ ലഭ്യമാക്കിയ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ളവ ചേർത്ത് സജ്ജമാക്കിയ സ്കൂൾ ലൈബ്രറിയും MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TR ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ക്ലാരമ പീറ്റർ, PTA പ്രസിഡന്റ് R മനീഷ്, സ്റ്റാഫ് സെക്രട്ടറി AK അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക S രശ്മി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P പത്മകുമാർ. ശസ്ത്രക്രിയാ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടക്കമായി. HSLM MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 20-നാണ് ചാമ്പ്യൻഷിപ്പ് സമാപിക്കുന്നത്. ആലപ്പുഴ കുതിരപ്പന്തി TKM UP സ്കൂളിലെ വായന പക്ഷാചരണ സമാപനവും അനുമോദന ചടങ്ങും അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TR ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.